അങ്ങനെ ഞങ്ങളിപ്പം കൊളോൺ കത്തീഡ്രലിന്റെ മുന്നിൽ എത്തി ഗൈസ്. ലോകത്തിലെ ഏറ്റവും വലിയ കത്തീഡ്രൽസിൽ ഒന്നാണ് കൊളോൺ കത്തീഡ്രൽ. ഞാൻ ഇപ്പൊ കാണിച്ചുതരാം ഗൈസ്. 156 മീറ്ററോളം വലിപ്പമുള്ള കത്തീഡ്രലാണിത്. എന്തോ 1226 കൺസ്ട്രക്ഷൻ തുടങ്ങിയതാ. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കത്തീഡ്രൽ ഇപ്പോഴും പണി തീർക്കൂല. ലൈക്ക് ഇതിന് എവിടെയെങ്കിലും എപ്പോഴും പണിതുകൊണ്ടേ ഇരിക്കും. ഒരു സാത്താന്റെ കേഴ്സാണ്. ഒരു സാത്താന്റെ കേഴ്സ് മൂലം ഈ കത്തീഡ്രൽ എന്നാണോ അന്ന് ലോകം അവസാനിക്കുന്ന ഒരു സാത്താന്റെ കേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇത് പണിതുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ എപ്പോൾ ഇവിടെ വന്നാലും ഈ കത്തീഡ്രൽ അണ്ടർ കൺസ്ട്രക്ഷനിലായിരിക്കും. പക്ഷെ 1896 എന്തോ ഇതിന്റെ ഭാഗികമായി ഇതിന്റെ കൺസ്ട്രക്ഷൻ നിർത്തി എന്ന് ആൾക്കാരൊക്കെ നോക്കുന്നു കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ പണി. ഇവിടെ ഓരോ ഭാഗത്തിന് പണിത് പല ഭാഗങ്ങളിലോട്ട് പോകുമ്പോഴും പല പല രൂപങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. നല്ല രസം. ഉള്ളിൽ ഇതിന്റെ മുകളിൽ വരെ കയറാൻ പറ്റും നമുക്ക്. അലൗഡ് അല്ല. പല ദിവസങ്ങളിലും നമുക്ക് അകത്തൊക്കെ കയറാൻ പറ്റും. എല്ലാ ദിവസങ്ങളും അകത്ത് കയറാൻ പറ്റും. പക്ഷെ പല ദിവസങ്ങളും നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും. നമുക്ക് ഇന്ന് കയറാം. നോക്കാം. നമുക്ക് അങ്ങോട്ട് പോകാം. മോളിൽ കയറുന്നില്ല, പള്ളിയുടെ ഉള്ളിൽ കയറാൻ പറ്റും. കണ്ടുപിടിക്കൂ. എവിടെടി? ഇന്ത്യ. നമ്മുടെ ഫ്ലാഗ് ഉണ്ട് ഗൈസ്. ഞാനും ഇവിടെ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ചുറ്റും ഇത് പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണ്. കാണുമെന്നറിയില്ല. എന്റെ പൊന്നെ, എന്ത് വലുപ്പം ഗൈസ്. നിങ്ങൾ വീഡിയോ കാണാനൊക്കെയല്ല, ഭയങ്കര ഒരു കൂറ്റനാണ്. അതെ അതെ. ഇവിടെ ഈ പള്ളിയുടെ ഒരു ചെറിയൊരു സ്റ്റാച്യു ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇതിന്റെ ഫ്രണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. 1842 ഏകദേശം ഇതിന്റെ പണി കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ ഇത് വായിച്ചോളൂ. ജർമ്മനാണെന്നുള്ളൂ. സൈഡാണ്. നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ അപ്പന്മാര്. അതെ അതെ അതെ. ഇങ്ങനൊരു മിററാണ് ഇവിടെ. ഈ കത്തീഡ്രലിൽ ഫുള്ള് ഇങ്ങനത്തെ മിറേഴ്സ് കാണാൻ പറ്റും. ഭയങ്കര രസമുള്ള കുറേ മിറേഴ്സാണ്. രണ്ട് സൈഡിലായിട്ട് ഇങ്ങനത്തെ കുറേ ഉണ്ട്. ഓരോരോ സ്റ്റോറീസ് ഓരോന്നും പറയുന്നത്. പള്ളീനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. എപ്പോൾ സ്റ്റോപ്പ് ചെയ്തു, എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, എപ്പോൾ ഏകദേശം നിന്നു. ഇവിടെ നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ളവർക്കെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് മെഴുകുതിരി എത്തിച്ചു വയ്ക്കാം. ഞാനിപ്പോൾ കത്തിക്കുന്നത്.
കത്തിക്കട്ടെ. അവിടെ ഉണ്ട് അതേപോലെ തന്നെ. ഇന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉണ്ട്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഇതൊരു കഥകളാന്ന് തോന്നുന്നു. സാധാരണ ഇതിനകത്തോട്ട് മാസം അടക്കുമ്പോൾ എൻട്രി ഇല്ലാത്തതാണ്. പക്ഷേ ഇന്ന് മാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കയറാൻ പറ്റും ഗൈസ്. അവിടെയും കുറേ നമുക്ക് പുറത്ത് ദേ ആ കത്തിക്കുന്ന ആ ഒരു ഭാഗം വരെ പറ്റും. കത്തിക്കുന്ന ഭാഗം കാണിച്ചേ, അത് തന്നെ ആ ഒരു ഭാഗം വരെ നിൽക്കാം. ഇത് കാണിച്ചേ, അതെന്തോ മറ്റില്ല, അത് മ്യൂസിക് അങ്ങനെ എന്തോ. ഇവിടെ മറ്റേ കരോളൊക്കെ ഉണ്ടാവുമ്പോ മെയിനായിട്ട് ക്രിസ്മസ് ടൈമിലൊക്കെ ഭയങ്കര ഈസ്റ്റർ, അപ്പോൾ നമുക്ക് കയറാൻ പറ്റത്തില്ല. ഇവിടുത്തെ സഭക്കാർക്ക് മാത്രമേ പറ്റൂ. മാസം എടുക്കുമ്പോൾ കാണാനൊക്കെ നല്ല രസമാണ് ഗൈസ്. മാസം കേൾക്കാനും അപ്പുറത്ത് നമുക്ക് കേൾക്കാമല്ലോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കും. നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഫ്രണ്ട് നമുക്ക് ഏതോ മലയാളി ചേട്ടൻ. ഇവിടെ ഒരു തിരിപ്പായി. ആ ചേട്ടനെ വായ നോക്കണം അവൾക്ക്. കുറച്ചേരോടെ ഇരിക്കാം. എന്തെങ്കിലും വിഷുണ്ടോ ആർക്കാ? നിനക്ക്? പിന്നെ അവരുടെ പേരാരെങ്കിലും ഉണ്ട്? വിഷുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മളും ദൈവവും തമ്മിലുള്ള സംസാരമാണ്. ഓ അടിപൊളിയല്ലേ പുള്ളിക്കാൻ്റെ ഫോണിൽ കാണാൻ. വിഷില്ലാത്ത മനുഷ്യരും എപ്പോഴും നമുക്ക് ഓരോ വിഷയമാണ്. നിന്റെ വിഷയം എന്താണ്? പുറത്ത് പറഞ്ഞിട്ട് നടക്കാതിരിക്കാൻ. നീ പറഞ്ഞോ? വേണ്ട, എന്തായാലും നടക്കൂല. അമ്മൂന്റെ വിഷയം എങ്ങനെങ്കിലൊക്കെ ജീവിക്കണം. ആണോ? അപ്പൊ നടക്കത്തില്ലത്. എല്ലാവരുടെയും വിഷ് നടക്കട്ടെ. അതെ അതെ, ബിലീവ്. ആരെങ്കിലും നിങ്ങളുടെ വിഷയം മനസ്സിൽ വിചാരിക്കും. അതെ, നടക്കും. കർത്താവിരിക്കുകയല്ലേ, പല രൂപത്തിൽ ദൈവം, അങ്ങനെയുള്ളൂ. ഇവിടെ വന്നിട്ട് എന്ത് വേണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നാണ് ഐതിഹ്യം. എനിക്കറിയില്ല. എൻ്റെ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ ആ സമയത്ത് ഞങ്ങളുടെ ഓരോ ആഗ്രഹമായിരുന്നു. അതിനെക്കുറിച്ച് ഞങ്ങൾ പിന്നെ പറയാം. അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ആഗ്രഹം. കാരണം ഒരേപോലത്തെ രണ്ട് ലൈക്ക് തീം ഒന്നാണ്. സെയിം സിറ്റുവേഷൻ. അത് തന്നെ, സെയിം സിറ്റുവേഷൻ, തീം ഒന്ന്. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അവൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനല്ല, നമ്മള് അത്രയും പ്രാർത്ഥിച്ചു. നടന്ന് മെഴുകുതിരിയും അത് പിന്നെ കൊളോൺ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചായിരുന്നു. നാട്ടിലുള്ളവരും എല്ലാരെയും. അങ്ങനെ ഞങ്ങൾക്ക് ജാതി മത ഭേദമൊന്നുമില്ല. എല്ലാരെയും വിളിക്കും. അതൊക്കെ വലിയ കഥയാണ്, പിന്നെ പറയാം കേട്ടോ. ഒരുമിച്ച് കാണാൻ കിട്ടും. കപ്പിളി വന്നതാ. ഓ, ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം ആദ്യമായിട്ട്, കുറേ നാളായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരണമെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടം വരെ വരുന്നത്. ഗൈസ്, ഇവിടാണ് മാസം അടക്കുന്നത്. ഇവിടെ ഞായറാഴ്ചകളിൽ പിന്നെ പല ദിവസങ്ങളും ഈ ഓരോ സഭക്കാർ ഓരോ വട്ടം ഇങ്ങനെ ഇത് പറയുമ്പോൾ അവിടെ മാസം അടക്കാറുണ്ട്. അല്ലാണ്ട് മാസം അടക്കും. ചേട്ടൻ അയ്യോ തീറ്റിട്ട്. ഓ, ആ ചേട്ടൻ ഏതോ ഒരു കാമുകിയായിട്ട് വർത്തമാനം പറയും. ആ ചേട്ടൻ്റെ കാമുകിയായിട്ട് വർത്തമാനം പറയും. അതെ, ഇവിടെ എന്താ കണ്ടൊക്കെ നല്ല രസം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി ഇല്ല. ഇവിടൊക്കെ എന്തെങ്ങാണ്ടൊക്കെ ഉണ്ട്. ഇവിടെ താഴേക്കൊക്കെ എന്തോ എൻട്രി ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല.
ഇത് പുണ്യാളനാന്ന് തോന്നുന്നു. പുണ്യാള ഇത് മറ്റേ പുള്ളിക്കാരൻ, എനിക്ക് പേരൊന്നും അറിയില്ല. പുണ്യാളൻ അല്ല പുണ്യാളൻ ഇതാരാ? ഇതൊക്കെ എന്താ? അവിടെ എന്തോ ഉണ്ട്. ഇതെല്ലാം ക്രൈസ്റ്റിന്റെ എന്തെല്ലാം അവരുടെ സ്റ്റോറിയാണ് പുള്ളിക്കാരൻ. മറ്റേ എന്തോ അത്താഴോ അല്ല, ഇത് അത്താഴമല്ല, ഇത് കുരിശി കയറിയതാ. കുരിശി കയറ്റിയതോ? ഈസ്റ്റർ. അതെ, അവരുടെ അന്നുണ്ടായിരുന്ന എല്ലാ കഥകളുമായിട്ടുള്ള ഈ ഫോട്ടോസ് മൊത്തം കഥകളാണ്. നമ്മുടെ ഈ ഗ്ലാസ്സിൽ വരച്ചിട്ടേക്കുന്ന മൊത്തം. ഈ ഗ്രില്ലില് എന്തോ രൂപമാണ്, എന്തോ ഒരു രൂപമാണ്. സ്റ്റോറി അറിയില്ല ഗായ്സ്. ഇതുണ്ട്, കർത്താവിനെ കിടത്തിയ ഇതുണ്ട്, കുടീരമുണ്ട്. കുടീരമല്ല, ശവപ്പെട്ടി ഉണ്ട്. വെച്ചാൽ അത് അങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവരെന്തോ വിശ്വാസത്തിൽ അങ്ങനെ ശവപ്പെട്ടി കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ വേറൊരു സ്റ്റൈലാണ്. അവിടെ മാതാവിൻ്റെ രൂപമുണ്ട് ഗൈസ്. അതിൽ ഓരോരുത്തർ നേർച്ച കൊണ്ടുവന്ന് സ്വർണം, വെള്ളി, ഡയമണ്ട് അങ്ങനത്തെ ഉള്ള എല്ലാം മാതാവിന് സമർപ്പിക്കും. മാതാവ് ഉണ്ണീഷു അവിടെ. എൻ്റെ ചേട്ടൻ ഇവിടെ. ചേട്ടനാ ദൈവമേ, കല്യാണം കഴിച്ചിട്ടാ വരിക. സെയിം ബ്യൂട്ടിഫുൾ. അയ്യോ ചേട്ടൻ ഈ വീഡിയോ കണ്ടിട്ട് കൊല്ലുന്ന. ഇവിടെ എന്തൊക്കെയോ ചിത്രങ്ങളുണ്ട്. കൈ നീട്ടി. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ഗൈസ്. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗൈസ് ഹോപ്റ്റുവാനോഫിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മള് ട്രെയിനിൽ വരുമ്പോ തന്നെ കത്തീഡ്രലിന്റെ ഡോം കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ലവ് ലോക്ക് എന്നാ വിളിക്കുന്നത്. അതെ, ഈ ബ്രിഡ്ജിന്റെ ഇതിലൊക്കെ കാണുന്നത് ഫുള്ളും ലവ് ലോക്കാണ്. നമ്മള് കാണിച്ചരാ പാർട്ട്നേഴ്സ് വരിക. ദേവികയുടെ തേങ്ങ അമ്മ ഒരു ചെക്കനെ കൊണ്ട് വരും ഗൈസ്. എനിക്ക് ചെക്കനുള്ള ഗൈസ്. ഇതേപോലെ നമ്മള് ലോക്ക് ഇട്ടിട്ട് ഇവിടെ ഏതൊക്കെയോ വർഷത്തിന് മുമ്പുള്ള ലോക്സുകളുണ്ട്. ഇങ്ങനെ ലോക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ബന്ധം. എന്നിട്ട് ഈ കീ ഈ ബ്രിഡ്ജിന്റെ പുറത്തൂടെ ഈ റിവറിലോട്ട് പോലെ എന്താ ഈ ലോക്ക് പൊട്ടുന്നവരെ ഈ ബന്ധം ഇങ്ങനെ നിക്കുന്നൊക്കെ പറയണത്. പിന്നെ ഇവിടെ ഫുള്ളും നിക്കുന്നതൊക്കെ നിക്കും ഗൈസ്. അത് ലോക്കിന്റെ ആവശ്യമില്ല. അതെ അതെ. പക്ഷെ ഇതൊക്കെ ഒരു രസമല്ലേ, പാടിനോട് ചെയ്യാന്നുള്ളത്. നമ്മൾ ഈ കീ ഈ വെള്ളത്തിലോട്ടങ്ങ് ഇടും. വെള്ളം കാണിച്ച അപ്പൊ ഒരിക്കലും തുറക്കാൻ പറ്റില്ലല്ലോ. ഈ പുഴ നിറച്ചപ്പോ കീ ആയിരിക്കും. പിന്നെ ഇത് കണ്ടോ ഗൈസ്, 1968 വെച്ച ലോക്കാണ്. ഏതോ ഒരു കാണാൻ പറ്റില്ല ഗൈസ്. എന്തോ പേര്, ലക്കും ബെക്കിയും. ലക്ക് ആൻഡ് ബെക്കി. അത് തൊട്ട് മേ ബി ഒരു ഒന്നിച്ചായിരിക്കും, മേ ബി അല്ലായിരിക്കും. മരിച്ചോണം. പിന്നെ എത്ര വയസ്സായി? 2025 പിള്ളേരെ കാണും. പക്ഷെ ലക്കിന് വേറെയും ബെക്കിക്ക് വേറെയും ആയിരിക്കും.
എല്ലാം അങ്ങനത്തെ എല്ലാം മണ്ണുകൊണ്ടുള്ള എല്ലാം. പിന്നെ പലതരം പൂട്ടുകൾ കാണാം ഇവിടെ. ചില പൂട്ടുകളൊക്കെ കാണാം, കോമഡിയാണ്. പല വെറൈറ്റി ഫോട്ടോ ഉള്ള പൂട്ട്. ഇതാരെയും ഇവര് കാണുന്നുണ്ടെങ്കിൽ മലയാളികൾ ഇട്ടിട്ടുണ്ടാവും എവിടെങ്കിലൊക്കെ ഇഷ്ടം പോലെ. അതിന്റെ മുകളിൽ അറ്റത്തൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. എന്തിനാടാ എങ്ങനെ അറ്റത്തോണ്ട് ഇട്ട് കാണുമല്ലോ. ഇതിന്റെ മുകളിൽ കയറിയിട്ടുണ്ടോ? ഈ ക്രൂസ് ഇങ്ങനത്തെ കുറെ ക്രൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പൊ നമ്മള് ഇവിടുന്ന് ടാറ്റ എടുക്കുമ്പോൾ ക്രൂസിൽ ആൾക്കാരുണ്ടെങ്കിൽ തിരിച്ച് അവരും ടാറ്റ തരും. ഞങ്ങൾ എന്തോരം ടാറ്റ എടുത്തിട്ടുണ്ട്. അന്ന് ഒരു ദിവസം ഞാൻ ഒരു ടാറ്റ കൊടുത്തേനെ, ആ ക്രൂസിലുള്ള എല്ലാവരും എനിക്ക് തിരിച്ച് ടാറ്റ തന്നു. പിന്നെ ഈ ബ്രിഡ്ജിൽ നിന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടാറ്റ കൊടുക്കായിരുന്നു. ഞങ്ങൾക്ക് വിശന്നപ്പോ മെക്കില് കയറി ഫുഡ് വാങ്ങിച്ചു. വെയിറ്റിംഗ് ആണ്. അടുത്തൊരു സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കാറ് കണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ഈ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒട്ടിച്ച് വെക്കാം. അപ്പം നമുക്ക് സോൺസ് പേപ്പർ സിസർ സ്റ്റോൺ പേപ്പർ പെൻസിൽ പേപ്പർ സിസർ. 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 ഇങ്ങോട്ട് വൺ ഡേ നമ്മളങ്ങനെ തിരിച്ചു പോകാനായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ കാത്തിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ വരും 37 ഞങ്ങളുടെ ട്രെയിൻ വരും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, എല്ലാം എപ്പോഴും എല്ലാം ചെയ്യാം. അപ്പം